ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പഠിക്കുന്ന വചനം ഒരു അധ്യായത്തിൽ തന്നെ ആയതുകൊണ്ട് ആരും വിഷമിക്കരുത്. എല്ലാവരെയും ദൈവവചന പഠനത്തിൻ്റെ 23-ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ കാണിക്കുന്ന വലിയ മനസ്സിന് നന്ദി പറയുകയാണ്. ഇത് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനുള്ള നന്ദിയും ബഹുമാനവും സ്നേഹവും നിങ്ങളെ അറിയിക്കുന്നു. 23-ാമത്തെ ദിവസം പഠിക്കുന്ന ധൈര്യം തരുന്നൊരു വചനമാണ് പഠിക്കുന്നത്. യെശയ്യാ 41-ാം അധ്യായം 15-ാമത്തെ വാക്യം. നമ്മൾ പഠിച്ച വചനങ്ങളൊന്നും ഓർത്ത് 10 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10, 41:13. ഇപ്പോൾ ഒരു വചനം കൂടെ കഴിഞ്ഞ് യെശയ്യാ 41:15. അത് നമ്മളെ ഒരു പ്രത്യേക രീതിയിൽ ദൈവം കൊണ്ടുവരുന്ന ധൈര്യത്തിൻ്റെ വചനമാണ്. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോടുകൂടിയുള്ള ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ചു പൊടിയാക്കും, കുന്നുകളെ പതിരുപോലെ ആക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ വചനം വായിക്കുമ്പോൾ നമുക്കൊന്നും പിടികിട്ടില്ല. ദൈവം എന്നോട് പറയുകയാണ്, നിന്നെ ഞാനൊരു മെതിവണ്ടിയാക്കും, ചക്രങ്ങളുള്ള പല്ലുകളൊക്കെ ഉള്ളൊരു വണ്ടിയാക്കും. നീ മലകളെ പൊടിയാക്കും. അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഡൗൺ ആവുന്നത്. ചില ഒറ്റപ്പെടൽ വരുമ്പോഴാണ് നമ്മൾ ഡൗൺ ആവുന്നത്. ചില ഏകാന്തത വരുമ്പോഴാണ് നമ്മളങ്ങോട്ട് ഇല്ലാതാകുന്നത്. നമ്മുടെ കുടുംബത്തിലുള്ളവർ ചില വാക്കുകൾ പറയുമ്പോൾ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ മനസ്സ് ഡൗൺ ആകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഈ വചനം അന്നേരം ആ പ്രതിസന്ധി നമ്മുടെ മനസ്സിൽ പറയണം. യെശയ്യാ 41:15. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോടുകൂടി ഒരു മെതിവണ്ടിയാക്കും. ആ വണ്ടിക്കൊരു പ്രത്യേകതയുണ്ട്. ആ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിര് പോലെയാക്കും. അതായത് മല പോലൊരു പ്രശ്നം ആയിക്കോട്ടെ എന്നെ ഒറ്റപ്പെടുത്തിയത്, മല പോലത്തെ ഒരു പ്രശ്നം ആകട്ടെ എന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നത്, ദൈവം എന്നാ നീ മലകളെ മെതിച്ച് പൊടിയാക്കി. ഈ പ്രശ്നത്തെ നീ അതിജീവിക്കും, ഈ പ്രശ്നത്തെ നീ നേരിടും, ഈ പ്രശ്നം നിന്നെ തോൽപ്പിക്കത്തില്ല. ഈ വചനം പഠിക്കുമ്പം ഏത് ഏകാന്തതയും ഏതൊറ്റപ്പെടലും ഏത് ഭയവും മാറിപ്പോവും. ദൈവവചനം വായിക്കുകയാണ്, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോടുകൂടി ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിര് പോലെയാക്കും. ഈ വചനത്തിന് ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പൊടിയായി പതിര് പോലെയായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 3 വചനങ്ങൾ എളുപ്പമാണ്. യെശയ്യാ 41:10, യെശയ്യാ 41:13, യെശയ്യാ 41:15. ഈ വചനം പഠിക്കാനും കണക്ട് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഭയം മാറുന്ന ധൈര്യം തരുന്ന അനുഗ്രഹത്തിൻ്റെ വചനമാണ്. ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ. ആമേൻ.